മലപ്പുറത്തെ UDF ജയത്തിൽ KM മാണിയുടെ മഹത്തായ പങ്കിനെ, മലപ്പുറത്തെ മാണിയുടെ സ്വാധീനത്തെ വലിയ നിലയ്ക്ക് പുകഴ്ത്തിയാണ് MM ഹസൻ ഇന്ന് മാണിയുടെ മുന്നണിയിലേക്കുള്ള മടങ്ങിവരവിൻ്റെ സാധ്യതയെ, ആ ക്ഷണത്തെ ആ വിധത്തിലാണ് ഇന്ന് പ്രതിഫലിപ്പിച്ചത്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അസാമാന്യമായ ഒരു തള്ളാണ് MM ഹസനിൽ നിന്നുണ്ടായത്. പക്ഷേ രാഷ്ട്രീയമായി ഒരുപാട് കണക്കുകൂട്ടലുകളുള്ള ഒരു ക്ഷണമാണ് മാണിയിലേക്ക് പോയത്. മാണി ഇപ്പോൾ അത് നിരസിക്കുന്നുവെങ്കിലും മുൻപ് ഉന്നയിച്ച അതൃപ്തി, അനിഷ്ടം അത് അത്രമേൽ പ്രകടിപ്പിക്കാതെ മാണി ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മടങ്ങി വരാൻ സമയമായിട്ടില്ല എന്ന മട്ടിൽ അത് നിരസിക്കുന്നു എന്നും മാത്രം. ഈ വിധത്തിൽ മുന്നണിയുടെ UDFൻ്റെ ഘടനയിൽ മാണിയുടെ മടങ്ങിവരവടക്കമുള്ള മാറ്റങ്ങളുടെ സാധ്യതകളുടെ ഒരു തുടക്കം കുറിക്കലാണോ ഹസൻ്റെ വാക്കുകളിൽ? ഈ ചർച്ചയിലേക്ക് ആണ് പ്രൈം ഡിബേറ്റ് പോകുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മാണിയും കോൺഗ്രസും അടുക്കുന്നു. മലപ്പുറത്തെ ജയത്തിൽ മാണിയെ പുകഴ്ത്തിയും മുന്നണിയിലേക്ക് ക്ഷണിച്ചും ഹസൻ. സ്വയം പുറത്തുപോയ മാണിക്ക് തിരിച്ചു വരണമെങ്കിലാകാമെന്ന് ചെന്നിത്തല. ക്ഷണം നിരസിച്ചും മുൻ ആരോപണങ്ങൾ മയപ്പെടുത്തിയും മാണി. മലപ്പുറം തോൽവിയിൽ കുമ്മനത്തിനെതിരെ BJP കോർ കമ്മിറ്റിയിൽ വിമർശനം. ബന്ധു നിയമനത്തിൽ ഒളിയമ്പുമായി ജേക്കബ് തോമസ്. ഉദ്യോഗാർത്ഥികൾ ക്യൂ നിൽക്കുമ്പോൾ ബന്ധു നിയമനം വേണോ എന്ന് ജനം സർക്കാരിനോട് ചോദിക്കണം. പലരെയും തൊട്ടാൽ കൈ പൊള്ളും. മനസ്സിലായത് അടുത്ത കാലത്തെന്നും ജേക്കബ് തോമസ്. തിരിച്ചു വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സത്യമായിരിക്കുമെന്നും മുൻ വിജിലൻസ് ഡയറക്ടർ. ബന്ധു നിയമന പ്രശ്നത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി തീരുമാനം നാളെ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. പൾസർ സുനി അടക്കം 7 പ്രതികൾ, 165 സാക്ഷികൾ. കുറ്റപത്രം സമർപ്പിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. ലണ്ടനിൽ അറസ്റ്റിലായ വിജയ് മല്യയെ 3 മണിക്കൂറിനകം വിട്ടയച്ചു. വെസ്റ്റ്മിനിസ്റ്റർ കോടതിയുടെ ജാമ്യം ബ്രിട്ടൻ വിടാനാകില്ലെന്ന ഉപാധിയോടെ. ജാമ്യത്തുക 6.5 ലക്ഷം യൂറോ. ഇന്ത്യൻ മാധ്യമങ്ങളെ പരിഹസിച്ച് വിജയ് മല്യ. ഒത്തുതീർപ്പ് ഫോർമുല തള്ളി പനീർ സെൽവം. ശശികലയുടെ കുടുംബവാഴ്ച അവസാനിപ്പിച്ചേ പറ്റൂ. ജയലളിതയുടെ മരണം അന്വേഷിക്കണം. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാമെന്ന് TTV ദിനകരൻ. AADMK ഒന്നിക്കണമെന്ന് M തമ്പിദുരൈ ന്യൂസ് 18നോട്. ശ്രീശാന്തിന്റെ വിലക്ക് നീക്കില്ലെന്ന് ആവർത്തിച്ച് BCCI. മറുപടി സ്കോട്ട്ലൻഡിൽ കളിക്കാൻ അനുവദിക്കണമെന്ന ശ്രീശാന്തിന്റെ ആവശ്യത്തിൽ വിലക്കേർപ്പെടുത്താൻ BCCI CEOയ്ക്ക് അധികാരമില്ലെന്ന് TC മാത്യു. മാണിയുടെ വരവും കാത്ത് കോൺഗ്രസ്. KM മാണിയെ UDFിലേക്ക് ക്ഷണിച്ച് KPCC അധ്യക്ഷൻ MM ഹസൻ. മാണിയുടെ പുനഃപ്രവേശനം ഈ മാസം 21-ന് ചേരുന്ന UDF യോഗം ചർച്ച ചെയ്യും. പുതിയ സാഹചര്യം ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി KM മാണി. മാണിയുടെ മലപ്പുറത്തെ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് KPCC അധ്യക്ഷൻ MM ഹസന്റെ പ്രതികരണം. മാണിയുടെ പ്രവർത്തനം മലപ്പുറത്ത് ഗുണം ചെയ്തെന്ന് MM ഹസൻ പറഞ്ഞു. മാണി UDFിലേക്ക് മടങ്ങി വരണം. ഈ മാസം 21-ന് ചേരുന്ന UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. മാണി സാറിന്റെ ഈ ഒരു കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ചത് ഒരു നല്ല തുടക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിനാണ് പിന്തുണ നൽകിയതെങ്കിലും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിലാണ് അത് സഹായകരമായിട്ടുള്ളത്. മാണി സാറിനെ UDFിൽ നിന്ന് ഞങ്ങളാരും പുറത്താക്കിയതല്ല. മാണി സാറ് പുറത്തു പോയതാണ്. അദ്ദേഹം എത്രയും വേഗം മടങ്ങി വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വാദം. മാണി മടങ്ങി വരണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ UDF നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ UDFിൽ നിന്ന് സ്വയം പുറത്തുപോയ ആളാണ് മാണി. അതിനാൽ തന്നെ ഇനി ക്ഷണിക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. UDFിലേക്ക് മടങ്ങി വരണമെങ്കിൽ മാണിക്ക് സ്വയം തീരുമാനമെടുക്കാം. അല്ല, ചർച്ച ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. ഞാൻ നേരത്തെ ഒരു നിലപാടുണ്ട്. UDFിന് നേരത്തെ ഒരു നിലപാട് ഈ കാര്യത്തിലുണ്ട്. കേരള കോൺഗ്രസിനെയും മാണി സാറിനെയും UDF എന്ന് പറഞ്ഞു വിട്ടതല്ല, അവരെടുത്തൊരു തീരുമാനമാണ്. അവർക്ക് ആ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു. അന്ന് പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും പറയാൻ ഇപ്പോൾ ഇല്ല. അതേസമയം UDFിലേക്ക് വേഗത്തിലില്ലെന്ന നിലപാടിലാണ് KM മാണി. ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും KM മാണി പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ നയപരമായ നിലപാടുകളൊക്കെ ചരൽക്കുന്ന് സമ്മേളനത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റമില്ല. ഞങ്ങൾ ആ നിലപാടിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആരോടും അന്ധമായ വിരോധമില്ല.
ആരോടും അമിതമായ സ്നേഹവുമില്ല. ഞങ്ങളെല്ലാം ഓരോന്നും നയത്തിൻ്റെയും പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ, മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ ശരി ആ ശരിയുടെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കും. ഏതായാലും ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മാണിയുടെ മടങ്ങിവരവിനായി നീക്കങ്ങൾ നടത്തിയേക്കും. ചെറുകക്ഷികളും മാണിയുടെ മടങ്ങിവരവിന് അനുകൂലമാണ്. ന്യൂസ് 18 കോട്ടയം, തിരുവനന്തപുരം. അതേസമയം പി ടി തോമസിൻ്റെ എതിർപ്പ് അത്രമേൽ അയഞ്ഞിട്ടില്ല. പക്ഷേ ഹസൻ്റെ വാക്കുകൾ, നിലവിൽ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഹസൻ്റെ വാക്കുകൾ അഭിപ്രായത്തെ തുറന്നെതിർക്കുന്നില്ല എന്നാണ് ഇന്ന് അദ്ദേഹം KM മാണിയുടെ മടങ്ങിവരവിന്, UDF-ലേക്കുള്ള മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞത്. തൻ്റെ നിലപാട് KPCC നിർവാഹക സമിതി യോഗത്തിൽ വ്യക്തമാക്കും എന്നും പി ടി തോമസ് MLA ഇന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റും നേരത്തെ തന്നെ തൻ്റെ എതിർപ്പ് തള്ളിക്കളഞ്ഞിരുന്നതാണ് എന്നും ഓർമ്മിപ്പിക്കാനും പി ടി തോമസ് ഇന്നും മറന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ചില ആശങ്കകളും സംശയങ്ങളുമാണ് മലപ്പുറം തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരു MLA എന്ന നിലയിലും കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലും ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എൻ്റെ അഭിപ്രായ പ്രകടനത്തെ പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമൊക്കെ അതിനെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ ശ്രീ MM ഹസൻ പറയുന്നതാണ് KPCCയുടെ ഔദ്യോഗിക അഭിപ്രായം എന്ന നിലയിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക പരാമർശനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ പ്രൈം ഡിബേറ്റിൽ പങ്കുചേരുന്നത് ശ്രീ ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒപ്പം തന്നെ ശ്രീ ജോസഫ് M. പുതുശ്ശേരി, മാണി ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ആന്റണി രാജു, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം, അതിലുള്ള മാണിയുടെ നിസ്തുലമായ പങ്കിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഹസൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുന്നണിയിലേക്കുള്ള മടങ്ങിവരവിൻ്റെ ഒരു ചർച്ചയ്ക്ക്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കത്തിൻ്റെ സൂചന ഹസൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. പി ടി തോമസിൻ്റെ എതിർപ്പിനെ മറന്നിട്ടല്ല എങ്കിൽ പോലും ആ ഒരു അന്വേഷണത്തിലേക്കും ഒരു സാധ്യതയിലേക്കും കോൺഗ്രസ് മെല്ലെ മെല്ലെ അടുക്കുകയാണോ? പഴയ എതിർപ്പും അതൃപ്തിയും ഒന്നും ശ്രീ KM മാണിയിൽ കാണാനുമില്ല എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ BJP-യിലേക്കൊന്നും അല്ലെങ്കിൽ BJP-യുമായുള്ളൊരു സഹകരണത്തിലേക്കൊന്നും ശ്രീ KM മാണി പോകാൻ പോകുന്നില്ല. മെല്ലെ മെല്ലെ എങ്കിലും വീണ്ടും UDF-ലേക്ക് തന്നെയാണോ ശ്രീ KM മാണി? മഷിയിട്ട് നോക്കിയാൽ പോലും മാണി ഗ്രൂപ്പ് ഇല്ലാത്തൊരു മണ്ഡലമാണ് മലപ്പുറം. ശ്രീ KM മാണിയെ സംബന്ധിച്ച് ഇന്ന് നടത്തിയ പ്രസ്താവനകൾ എത്രയോ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കാരണം കഴിഞ്ഞ ചരൽക്കുന്ന് ക്യാമ്പിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങളെല്ലാ മുന്നണിയോടും തുല്യ അകലം പാലിക്കും. ഇന്നും പറയുന്നതാണ് ചരൽക്കുന്നിലെ ക്യാമ്പിൻ്റെ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതേ മാണി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യമായി നടക്കുന്ന ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം UDF-ൻ്റെ സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ കൊടുത്തത്. അപ്പോൾ തുല്യ അകലമൊക്കെ പോയി. തുല്യ അകലം പറഞ്ഞിരുന്ന മാണി ആത്മാർത്ഥതയുടെ അതിലൊരു ക്ലോസ് ഉണ്ട്, കുഞ്ഞാലിക്കുട്ടിക്കാണ്, ലീഗിനാണ്, UDF-നല്ല. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞാലിക്കുട്ടി ആരുടെ സ്ഥാനാർത്ഥിയാ? കുഞ്ഞാലിക്കുട്ടി UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് നയിക്കുന്ന UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി. അല്ലാതെ പിന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമായിട്ടൊരു ഇത് സപ്പോർട്ട് കൊടുക്കേണ്ട കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും വല്ല സംബന്ധമുണ്ടോ? അപ്പോൾ അവർ തമ്മിൽ രാഷ്ട്രീയമായ UDF, LDF KM മാണി പിന്തുണ ആവശ്യപ്പെട്ടില്ല, BJP ആവശ്യപ്പെട്ടില്ല, കുഞ്ഞാലിക്കുട്ടി മാത്രം ആവശ്യപ്പെട്ടു, അവർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ KM മാണിയുടെ പാർട്ടി തുല്യ അകലമെന്ന് ചരൽക്കുന്നിൽ പറഞ്ഞത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഇന്ന് ആവർത്തിച്ചതിനകത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല, സത്യസന്ധതയുമില്ല. മാത്രമല്ല ഇന്ന് ശ്രീ ഹസൻ്റെ പ്രസ്താവനയോട് ശ്രീ KM മാണി പ്രതികരിച്ചത് എങ്ങനെയാണ്? ഉടനെ ഇല്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നാളെ ഇല്ല എന്നുള്ളതല്ല, ഇന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശ്രീ KM മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് തന്നെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടാൽ എന്താ മനസ്സിലാകുക? PT തോമസിനെ പോലുള്ള ആളുകൾ ശ്രീ KM മാണി വരുന്നതിനകത്ത് അസംതൃപ്തരാണെന്നുള്ള രീതിയിലാണല്ലോ ഇന്നും സംസാരിച്ചിരിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താ? KM മാണി തന്നെ ഇറങ്ങിപ്പോയതാണ്, വേണമെങ്കിൽ മടങ്ങി വരട്ടെ, അവരിഷ്ടത്തോടെ പോയതാണ്, ഞങ്ങളുടെ പഴയ നിലപാടത്തിന്. അതിൻ്റെ അർത്ഥം ബൈബിളിലെ മുടിയനായ പുത്രൻ, ധൂർത്തപുത്രൻ പോയത് തന്നെത്താനെ മടങ്ങി വന്നതുപോലെ കയറി വന്നാൽ സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ മാനയുടെ പുറകെ പോകാനൊന്നും പോകുന്നില്ല എന്ന ധ്വനിയിലാണ് ശ്രീ രമേശ് ചെന്നിത്തല സംസാരിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, മാണി ഗ്രൂപ്പ് ഈ മുന്നണി വിടുമ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചരൽക്കുന്നിൽ ഓഗസ്റ്റ് പറഞ്ഞിരുന്നത് ഈ കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി എന്നെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചു, മാണി ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിച്ചു, കള്ളക്കേസിൽ അഴിമതിക്കേസിൽപ്പെടുത്തി മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചു. ഇതൊക്കെ ഈ ആരോപണങ്ങൾ, ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ച കമ്മിറ്റി ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ടിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഗൂഢാലോചന നടത്തിയത് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ ശ്രീ KM മാണി ഇപ്പോൾ ശ്രീ UDF-നെ പിന്തുണച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് കാര്യം. ഒന്ന്, ശ്രീ KM മാണി പുറത്തിറങ്ങുമ്പോൾ KM മാണിക്ക് രണ്ട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒന്നുകിൽ LDF-ലേക്ക് കയറാം, അല്ലെങ്കിൽ BJP-യിലേക്ക് പോകാം. പക്ഷേ BJP-യിലേക്കുമായി ബന്ധപ്പെടാൻ
BDJS-ന്റെ സമുന്നതനായ നേതാവ് വഴിയാണ് BJP-യുമായിട്ട് സംസാരിച്ചത്. കേന്ദ്ര മന്ത്രിസ്ഥാനം ഉറപ്പായെങ്കിൽ മാത്രമേ മാണി ഗ്രൂപ്പ് NDA-യിൽ പ്രവേശനത്തിനുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അമിത്ഷാ പറഞ്ഞെന്താ, മന്ത്രിസ്ഥാനത്തെക്കുറിച്ചൊന്നും ഉറപ്പില്ല, മുന്നണിയിലേക്ക് വേണമെങ്കിൽ. അതോടെ NDA-യിലേക്കുള്ള പ്രവേശനം അടഞ്ഞു. LDF നേതാക്കന്മാർ പല ആവർത്തി പറഞ്ഞു മാണി ഗ്രൂപ്പിനെ LDF-ലേക്ക് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പം മാണിയുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്താ? ആകെപ്പാടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് UDF-ലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ള മാത്രമാണ്. അത് 2017 ഉണ്ടാവില്ല. 2019 പാർലമെന്റ് ഇലക്ഷന് മുമ്പ് 2018 പകുതി കഴിയുമ്പോൾ ശ്രീ KM മാണി അഭയം തേടേണ്ടി വരും UDF-ലേക്ക്. ഏതായാലും അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ശ്രീ സണ്ണിക്കുട്ടി, ഇക്കാര്യത്തിൽ വലിയൊരു രാഷ്ട്രീയ പ്രവചനം തന്നെ നടത്തി ആന്റണി രാജു ആദ്യം തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു വെച്ചു. ഇവിടെ ശ്രീ ജയശങ്കർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ചെന്നിത്തലയുടെ വാക്കുകളിൽ ഒരു കാര്യം ആന്റണി രാജു പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. ഞങ്ങളാരും പറഞ്ഞു വിട്ടതല്ല, സ്വയം പോയതാണ്. എന്ന് വെച്ചാൽ തിരിച്ചു വരണമെങ്കിൽ പോയ ആൾ തന്നെ അങ്ങ് തീരുമാനിച്ചാലോചിച്ചാൽ മതി എന്നും ഈ വാതിൽ തുറന്നു കിടക്കും. അല്ലാതെ അതിനപ്പുറം ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൊടുക്കേണ്ടതില്ല എന്നൊരു താല്പര്യക്കുറവും പഴയത് മറക്കാനാവാത്ത ചെന്നിത്തലയുമാണോ ആ വാക്കുകളിൽ? ഹസൻ്റെ വാക്കുകളിൽ മാണിയെ മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന A ഗ്രൂപ്പിൻ്റെ താല്പര്യമാണോ അടങ്ങിയിരിക്കുന്നത്? മാണിയെ സംബന്ധിച്ച് മാണി കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ക്ഷണമാണോ ഹസൻ ഇന്ന് നടത്തിയത്? അല്ല, ഇവിടെ ശ്രീ ആന്റണി രാജു പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും എനിക്ക് പൂർണ്ണമായി യോജിപ്പുള്ളൂ. ഞാനിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ MM ഹസനും മറ്റുമൊക്കെ മാണിയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അവരെന്താ പറഞ്ഞത്? മലപ്പുറത്ത് മാണി സാറിൻ്റെ പിന്തുണ നിസ്തുലമായിരുന്നു എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയ പരിഹാസം വേറെ വല്ലതും ഉണ്ടോ? ശ്രീ രാജു തന്നെ ഇവിടെ പറഞ്ഞു, മലപ്പുറത്ത് മഷയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് മാണി ഗ്രൂപ്പ്, ഇല്ലേ? വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുടെ പിന്തുണ നിസ്തുലമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു ന്യായമുണ്ട്. അല്ലെങ്കിൽ RSPയുടെ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടാണ് മലപ്പുറത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ MM ഹസൻ പറഞ്ഞാൽ അത് എത്ര വലിയ തമാശയായിരിക്കും. അതുപോലെയുള്ള പിന്തുണയല്ലേ KM മാണിക്കുള്ളൂ. RSPക്ക് എത്ര പിന്തുണ ഉണ്ടോ അത്ര പിന്തുണ മലപ്പുറത്ത് മാണി ഗ്രൂപ്പിനുമുണ്ട്. മാണി ഗ്രൂപ്പുകാരെ അവിടെ ഉള്ളത്. കോൺഗ്രസ്സുകാർ തന്നെ എത്രയോ തുച്ഛമാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ. അങ്ങനെ കോൺഗ്രസിൻ്റെ പിന്തുണ പോലും വേണ്ട മലപ്പുറത്ത് മുസ്ലിം ലീഗിന് ജയിക്കാൻ. അപ്പോൾ ശ്രീ MM ഹസനെ പോലുള്ള ആളുകൾ ഇദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ഹസൻ്റെ ആ മുഖത്തെ പുഞ്ചിരിയും ആ ഒരു കള്ളലക്ഷണവും കണ്ട കാര്യം വ്യക്തമല്ലേ? ഹസൻ സത്യത്തിൽ KM മാണിയെപ്പോലെ ഒരു വന്യവയോധികനായ നേതാവിനെ പരിഹസിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ചെന്നിത്തലയുടെ വാക്കുകൾ കേട്ടത്. ശ്രീ KM മാണിയുടെ കാര്യത്തിൽ ഇല്ലേ, കോൺഗ്രസ്സിൽ പല ഗ്രൂപ്പുകളും പല താല്പര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. PT തോമസിനെ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് എതിർക്കുന്നവരുണ്ട്, ഹസനെ പോലെ പരിഹസിക്കുന്നവരുണ്ട്, രമേശിനെ പോലെ പുച്ഛിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഉറപ്പാണ്, KM മാണിയുടെ പാർട്ടിയെ അവർക്ക് യാതൊരു താല്പര്യമില്ല. KM മാണി തന്നെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, വേണമെങ്കിൽ പുറകെ തിരിച്ചു വരട്ടെ. തിരിച്ചു വരുമ്പോൾ അവർ വേറെ പല കണ്ടീഷനും വയ്ക്കും, അതറിയാമോ? ഇവർ കണ്ടീഷൻ വയ്ക്കും. അതിന് മാണി സാറ് കണ്ടുപിടിച്ചേക്കുന്ന മാർഗം എന്ന് വെച്ചാൽ ഏതെങ്കിലും മെത്രാന്മാരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള, ആലഞ്ചേരിയെ കൊണ്ട് പറയിപ്പിക്കും, അത് NDPCയിൽ പറയിപ്പിക്കും. ഇവിടെ പറഞ്ഞ രക്ഷയില്ല. ഈ KPCCയിലെ എല്ലാ ആൾക്കാരും മാണിക്കെതിരാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ പുച്ഛമാണ്, പരിഹാസമാണ്. കാരണം എന്തറിയുമോ? ഇദ്ദേഹം ഒരു റിപ്പോർട്ടുണ്ടായി കൊടുത്ത് ഓർമ്മയില്ലേ? ആന്റണി രാജുവിന് ഓർമ്മയുണ്ടാവും. ഒരു വ്യാജ റിപ്പോർട്ട്, ആന്റണി രാജുവിൻ്റെയൊക്കെ കള്ളൊപ്പിട്ട് ഒരു റിപ്പോർട്ടുണ്ടായി കൊടുത്തില്ലേ? KM മാണിയെ പിന്നിൽ നിന്ന് കുത്താനായിട്ട് പല അഭ്യാസങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ റിപ്പോർട്ടൊക്കെ അവരുടെ കയ്യിൽ ഇരിക്കടത്തോളം കാലം ഇവർ സമ്മതിക്കുമോ? ജോസഫ് വാഴക്കനെയൊക്കെ പേരെടുത്ത് പറഞ്ഞ, രമേശ് ചെന്നിത്തല പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ച് ആ റിപ്പോർട്ട് ഇരിക്കല്ലേ? ഇവരൊക്കെ കൂടി ഗൂഢാലോചന നടത്തി എറണാകുളത്തെ അഡ്വക്കേറ്റ് ജോയി ജോർജ്, അതുപോലെ നമ്മുടെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ്, ഇവരെ കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞത്? ആ റിപ്പോർട്ട് വ്യാജ റിപ്പോർട്ടാണെന്ന് KM മാണി അംഗീകരിക്കുമോ? എന്താ ഈ പറയണത്? കോൺഗ്രസ്സുകാരിങ്ങനെ ഇദ്ദേഹത്തെ സ്വീകരിക്കും. ഇപ്പോഴല്ല, ശ്രീ രാജു പറഞ്ഞ പോലെ കുറേ കാലത്തിന് ശേഷം മാണി സാറ് കുറേ നാൾ നടന്ന് വിഷമിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഏതെങ്കിലും മെത്രാന്മാരുടെ ശുപാർശ പ്രകാരം കാർദിനാൾ ആലഞ്ചേരി തന്നെ ഇടപെട്ടതിന് ശേഷം അദ്ദേഹത്തെ ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മടങ്ങി UDFിലേക്ക് വന്ന് 2019 കോട്ടയം സീറ്റ് കിട്ടിയാൽ അതോടെ ശ്രീ KM മാണിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ആ ലോക്സഭാ സീറ്റ് കയ്യിൽ തന്നെ നിൽക്കും. 2017 ഏതായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു തുടക്കം ആരംഭിച്ചിരിക്കുന്നു. അപ്പോഴും കോട്ടയം സീറ്റ് കയ്യിൽ നിൽക്കും, മകന് വീണ്ടും മത്സരിക്കാം. വീണ്ടും മത്സരിക്കാം. പക്ഷേ കോൺഗ്രസ്സുകാരെ മക്കളെന്നറിയാമോ? നിങ്ങൾ ഈ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഒന്നും നിങ്ങൾക്ക് അറിയില്ല. KM മാണി അഴിമതി കേസിൽ പ്രതിയാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. KM മാണിയെ പരമാവധി അപമാനിക്കാനും ആക്ഷേപിക്കാനും അദ്ദേഹത്തെ മാനം കെടുത്തി പറഞ്ഞു വിടാനാണ് ഇവർ ശ്രമിക്കുന്നത്.
അന്ന് തന്നെ ശ്രീ ഉമ്മൻചാണ്ടി മാണി സാറ് ആ രാജിക്കത്തിങ്ങൾ തന്നേക്കെന്ന് പറഞ്ഞാൽ പുള്ളി കൊടുത്തേനെ. അതിന് വരെ മാണി സാറ് സേഫാണ് എന്നാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഞാൻ അന്നും പറഞ്ഞു ഈ സേഫാണെന്ന് പറഞ്ഞാൽ മാണി സാറ് സുരക്ഷിതനാണെന്നല്ല അർത്ഥം. മാണി സാറ് പണ്ടവും പണവും വയ്ക്കുന്ന സേഫാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാണിക്കത് മനസ്സിലായില്ല. അവസാനം പഴുപ്പള ചക്ക കാക്കകൊത്തുന്ന അവസ്ഥയിലായി പുള്ളി. ആദ്യം കാക്കകൊത്തി, പിന്നെ അണ്ണാൻ തുരന്നു, പിന്നെ മഴ പെയ്ത് ചക്കക്കുരു പൊളച്ചു, പിന്നെ ചക്ക ബ്ലും എന്ന് പറഞ്ഞാൽ താഴ്ത്ത് വീട് നിലത്തിരുന്ന് ഈച്ച ആർക്കുന്ന സ്റ്റേജിൽ അദ്ദേഹം രാജിവെച്ച് അപമാനിതരായി പുറത്തു കൊണ്ടുവന്നു. ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ഭാവത്തിനോട് ഈ കോൺഗ്രസ്സുകാർ എന്തൊക്കെ ക്രൂരതയാണ് ചെയ്തതെന്നറിയാമോ? അവർ അദ്ദേഹത്തെ ഓരോ സ്റ്റേജിലും പരിഹസിക്കുകയും പുച്ഛിക്കുകയും അദ്ദേഹത്തെ വലിയ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. ഇനി ജോസ് കെ മാണി കോട്ടയത്ത് നിന്നാൽ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി ടി തോമസൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കും. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അവിടെ നിന്നാൽ സംഗതി വളരെ ദയനീയമായിരിക്കും. മാണി സാറിന് സ്വന്തമായിട്ട് വോട്ടുള്ള സ്ഥലമാണ്, വോട്ട് ബേസുള്ള സ്ഥലമാണ് കോട്ടയം. പക്ഷേ കോൺഗ്രസ് ആയിട്ട് ജനിച്ച ഒരു പൊന്നുപോലും ആ ചെറുപ്പക്കാരന് ഇനി വോട്ട് ചെയ്യുകയില്ല. അവരുടെ തറവാട്ട് സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ ഇനം വേറെയാണ്. പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞത് ശരിയാണ്. കോട്ടയത്തെ കോൺഗ്രസ് അല്പം വ്യത്യസ്തവുമാണ്. ആ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും മാണി കോൺഗ്രസുമായി ഇങ്ങനെ കലഹിക്കാൻ കോട്ടയത്തെ കോൺഗ്രസിന് കഴിയുന്നതും. പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഞാൻ ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് വരാം. ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി കൂടി ചേരുന്നു. അതുകൂടി കേട്ടുകൊണ്ട് താങ്കളിലേക്ക് വരാം എന്ന് വിചാരിച്ചിട്ടാണ്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, മുന്നണി വിടാനുണ്ടായ ഒരു സാഹചര്യം ആ കാലത്ത് ഏറ്റവും വലിയ അധിക്ഷേപവും ഏറ്റവും വലിയ അപമാനവും സഹിച്ച് പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിൽ നിന്നടക്കം ഗൂഢാലോചനയുണ്ടായി, പാർട്ടിയോട് അനീതി കാട്ടി ഒക്കെയാണ് മാണി സാറിനും നിങ്ങൾക്കുമൊക്കെ മുന്നണി വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് വലിയ സംഭാവന കെ എം മാണി ചെയ്തു എന്ന മട്ടിൽ പ്രചരിപ്പിച്ചും അപമാനിച്ചും പരിഹസിച്ചും കൊണ്ട് തന്നെ കോൺഗ്രസ് ആ ശൈലി തുടരുന്നു എന്ന ഒരു നിരീക്ഷണമാണ് ജയശങ്കറിൽ നിന്ന് വന്നത്. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ മുൻപ് പറഞ്ഞതൊന്നും കേട്ടവർ മറക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ സൗകര്യത്തിന് സമയമായില്ല എന്നൊക്കെ പറഞ്ഞാൽ സമയമായാൽ ഞങ്ങൾ അങ്ങ് വരാം എന്നാണോ മാണി സാർ വിചാരിക്കുന്നത്? ഞങ്ങൾ ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ ആരും എഴുതാപ്പുറം വായിക്കേണ്ട ഒരു കാര്യവുമില്ല. കേരള കോൺഗ്രസ് മലപ്പുറം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുത്ത പിന്തുണ എന്തായാലും ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തെയും ഇതുണ്ട്. കുടിയേറ്റ മേഖലകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള വോട്ട് സമാഹരിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചെയ്യാൻ ഉള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്കായി നടത്തിയിട്ടുണ്ട്. പിന്നെ മുന്നണിയുമായി ഒരുമിച്ചല്ലാതെ ഒറ്റയ്ക്കുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരാലി പിന്നെ തങ്ങൾ ഞങ്ങളോട് നേരിട്ട് മാണി സാറിനെ ഫോണിൽ വിളിച്ച് നേരിട്ട് ആവശ്യപ്പെടുകയും രേഖാമൂലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി KPA മജീദ് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം. ശരി, UDF-ലേക്ക് ഒരു പാലമിടാൻ വേണ്ടി ഇറക്കിയ കല്ലായിരുന്നു മലപ്പുറത്ത് നിന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ആളൊന്നുമില്ലാത്തൊരു പാർട്ടിയായ നിങ്ങളുടെ പാർട്ടി കോട്ടയത്തു നിന്ന് വണ്ടി കയറി മലപ്പുറത്തെത്തി ഈ പണിയൊക്കെ ചെയ്ത് UDF-ലേക്ക് ഒരു പാലം ഇടാൻ വേണ്ടിയാണ്. അല്ല, അതൊക്കെ വ്യാഖ്യാനിക്കുന്നവർ ആ നിലയിലൊക്കെ വ്യാഖ്യാനിച്ചോട്ടെ. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ ആരോടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാ പാർട്ടികൾക്കും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. പക്ഷേ കേരള കോൺഗ്രസ് ഒന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിഹാബ് തങ്ങൾ ഞങ്ങളോട് പിന്തുണ അഭ്യർത്ഥിക്കുമായിരുന്നില്ലല്ലോ. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പുതുശ്ശേരി അങ്ങനെ പിന്തുണച്ചത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ പിന്തുണച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം UDF-ലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത തുറക്കൽ, സാധ്യത തേടൽ, അത് കൃത്യമായി ഹസനിൽ നിന്ന് നല്ല വാചകങ്ങളായി വരുന്നു. അതിനോട് മുമ്പ് പറഞ്ഞ അനീതിയും ഗൂഢാലോചനയും അനിഷ്ടവും അതൃപ്തിയും ഒന്നും പ്രകടിപ്പിക്കാതെ ഇപ്പോൾ സമയമായിട്ടില്ല എന്ന നിലയിൽ ക്ഷണം നിരസിക്കൽ മാത്രമാണ് താങ്കളുടെ നേതാവിൽ നിന്ന് ഉണ്ടായത്. അല്ല, ഞങ്ങൾ മാനസാണ് വ്യക്തമായി പറഞ്ഞല്ലോ. ഈ മുന്നണി മലപ്പുറം തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ വ്യക്തമാക്കി ഇത് മുസ്ലിം ലീഗിനുള്ള പിന്തുണയാണ്. അങ്ങനെ ഒരു പിന്തുണയുണ്ടോ സർ? ഒരു മുന്നണിയുടെ ഭാഗമാണ് കുഞ്ഞാലിക്കുട്ടി. UDF-ന്റെ അധികായനായ ലീഗിന്റെ അധികായനായ നേതാവാകുമ്പോൾ തന്നെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അതിൽ നിന്ന് അടർത്തി മാറ്റി ലീഗിനൊരു പിന്തുണ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം വിചിത്ര രാഷ്ട്രീയമാണ്. നിശ്ചയമായും ഉണ്ടല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് ഞങ്ങളുമായി ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗ് ഞങ്ങളുമായി നല്ല ബന്ധം, അരനൂറ്റാണ്ട് കാലത്തെ നല്ല ബന്ധം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ആ തരത്തിലുള്ള വ്യക്തിപരമായ ഒരു അടുപ്പവും സ്നേഹവും ഞങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ഒന്ന് തുടരണേ. ഇവിടെ അല്പം അസ്വസ്ഥനാവുന്നുണ്ട് ആന്റണി രാജു, താങ്കളുടെ പഴയ സഹപ്രവർത്തകൻ. ഒറ്റ വാചകത്തിൽ അദ്ദേഹം പറയുന്നത് ദഹിക്കുന്നുണ്ടോ? അല്ല, ഇത്
അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മലപ്പുറത്തെ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഈ പാർട്ടി ഒരു വിചിത്ര ജീവിയായിട്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ മാറിയിരിക്കുകയാണ്. ശ്രീ പുതുശ്ശേരി പറഞ്ഞ എന്താ, അരനൂറ്റാണ്ട് കാലമായിട്ടുള്ള മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം എവിടെ? അരനൂറ്റാണ്ട് 80-ലെ മുസ്ലിം ലീഗ് UDF നിൽക്കുമ്പോൾ മാണി ഗ്രൂപ്പ് LDFിൻ്റെ ഭാഗമായിട്ട് LDFിൻ്റെ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ട് പോയ പാർട്ടിയാണ് LDF. നിങ്ങളിപ്പോൾ പറയുന്ന പിന്നെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഞാനൊരു പ്രവചനം നടത്താൻ പോവുക. ഒരു സംശയം വേണ്ട, വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി അല്ലല്ലോ മത്സരിക്കുന്നത്, അവിടെ KP മജീദാണെന്ന് കേൾക്കുന്നത്. KP മജീദ് മത്സരിച്ചാലും നിങ്ങൾ അവിടെയും നിങ്ങൾ UDFിനെ പിന്തുണയ്ക്കും, ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങൾക്കതെല്ലാം മാർഗമില്ല. കാരണം നിങ്ങളുടെ പിന്തുണ LDF ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ പിന്തുണ BJP ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ പിന്തുണ UDF ആവശ്യപ്പെട്ടിട്ടില്ല. ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെടും. പക്ഷേ നിങ്ങൾ ഇന്നും പറഞ്ഞ എന്താ, നിങ്ങളുടെ പാർട്ടി മാണി ഗ്രൂപ്പ് പറഞ്ഞ എന്താ, ഞങ്ങൾ തുല്യ അകലം എന്നാ. അത് നിങ്ങൾ പിൻവലിക്കണം. നിങ്ങളുടെ തുല്യ അകലം പോയി നിങ്ങളിപ്പോൾ ഒരു കാലെടുത്തപ്പോൾ UDFിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് UDFിൽ അല്ലാതെ ഇനി പോകാൻ കഴിയില്ല. എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ. പക്ഷേ ഇതിനൊക്കെ പ്രതികാരം അവർ ചെയ്യാൻ പോകുന്നത് കോട്ടയത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മാണി ഗ്രൂപ്പ് UDFിനേക്ക് കയറുമ്പോൾ അതിനുള്ള പ്രതികാരം കോൺഗ്രസ് ഭംഗിയായിട്ട് വീട്ടും, ഒരു സംശയം വേണ്ട. ശരി, ഇതൊക്കെ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴേ നിങ്ങളൊക്കെ UDFിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ആളുകളായി ആണ് ആന്റണി രാജു പറയുന്നത്. ആന്റണി രാജുവിന്റെ രോഷം നമുക്ക് മനസ്സിലാകും. കാരണം എന്താണ് ശരിയാണ്, അവരും എങ്ങും അല്ലാതെ നിൽക്കുകയാണ്. നിങ്ങളും വഴിയാധാരമാണ്, നിങ്ങളും വഴിയാധാരമാണ്. LDFിന്റെ സഹയാത്ര, ഞാൻ LDFിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാ. അതിനുശേഷമുള്ള അവസ്ഥ എന്താണ്? മാണി ഗ്രൂപ്പ് എങ്ങുമില്ലല്ലോ ഇപ്പോ. ഞാനിങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേൾക്കുകയല്ലായിരുന്നു, എന്തിനാ അസ്വസ്ഥനാകുന്നത്? ആന്റണി രാജുവിന്റെ രോഷം നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയുടെ ഒരു പൊതുസ്ഥിതി അതാണ്. ഞങ്ങൾക്ക് പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം വൈരുദ്ധ്യമായിട്ട് സംസാരിക്കും. മുസ്ലിം ലീഗിലെ സംസ്ഥാന പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി രേഖാമൂലവും ഞങ്ങളോട് പിന്തുണ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി പിന്തുണയ്ക്കുകയായിരുന്നു എന്നൊക്കെ ആന്റണി രാജു പറഞ്ഞാൽ ആന്റണി രാജു അങ്ങനെ പറയട്ടെ എന്ന് പിന്തുണയ്ക്കപ്പുറമുള്ള ശ്രീ പുതുശ്ശേരി, ഞാൻ ഒന്നും മടങ്ങി വരാം. ആ പിന്തുണയ്ക്കപ്പുറമുള്ള ഭാവി രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കൽ, ഒരു മുന്നണി ബന്ധം ഉറപ്പാക്കൽ എന്ന ലക്ഷ്യം ഇതിലുണ്ടോ എന്നതാണ് ചോദ്യം. അതിൻ്റെ ഭാഷയാണോ ഹസനിൽ സംഭവിച്ചത്? ശ്രീ സണ്ണിക്കുട്ടി, അങ്ങനെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നോ ഹസൻ്റെ ഈ വാക്കുകൾ? മറുഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ PT തോമസിൻ്റെ എതിർപ്പൊക്കെ നിൽക്കുന്നു, എന്നാൽ പോലും ഹസൻ ഉദ്ദേശിക്കുന്നത് അധികം താമസിയാതെ മാണിയെ UDFിലേക്ക് മടക്കിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു എന്നൊരു ആത്മനിർവൃതി നേടിയെടുക്കാൻ വേണ്ടിയാണോ ഹസൻ്റെ ഈ പുറപ്പാട്? മറുഭാഗത്ത് ജയശങ്കർ പറഞ്ഞ പോലെ തള്ളിക്കളയാനാവില്ല, പരിഹസിച്ചു അങ്ങ് ഇല്ലാതാക്കുക, വീണ്ടും വീണ്ടും പരിഹസിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു വലിയ തോന്നൽ, അങ്ങനെ ഒരു വലിയ ചിന്ത കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാകാൻ ഇടയുണ്ടോ മാണിയുടെ കാര്യത്തിൽ ഇപ്പോൾ? ശരത്ത്, എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ UDFിലേക്കുള്ള പുനഃപ്രവേശനം അതിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലപ്പുറത്ത് അവർ ഇനി പാണക്കാട് തങ്ങൾ വാക്കാൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ KP മജീദ് രേഖാമൂലം പറഞ്ഞിട്ടോ ആണോ എങ്ങനെയാണ് പിന്തുണ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അവർക്കിപ്പോൾ BJP അവരെ സ്വീകരിച്ചിട്ടില്ല, LDFിലേക്ക് അവർക്കൊരു വഴി തുറക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അപ്രസക്തമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ കൂടെ നിന്ന മുന്നണിയാണ്, ഒന്നിച്ച് നിന്ന ഒരു മുന്നണിക്കുള്ളിൽ നിന്ന പാർട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക്, അത് കോൺഗ്രസിൻ്റെ ഒന്നും അല്ല ലീഗിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട്, കുഞ്ഞാലിക്കുട്ടിയുടെ ഉള്ള പ്രത്യേക താല്പര്യമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിലൊന്നും വലിയ തെറ്റുണ്ടെന്നില്ല. പക്ഷേ അത് ഒരു പ്രതീകാത്മകമായ ഒരു പിന്തുണ എന്നതിനപ്പുറത്ത് മലപ്പുറത്ത് മാണി ഗ്രൂപ്പിൻ്റെ എന്തോ പിന്തുണ കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിക്ക് വൻ ഭൂരിപക്ഷം ജയിച്ചതെന്നല്ല, വൻ ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെ ആരെങ്കിലും പറയുന്നെങ്കിൽ യാതൊരു കാര്യമില്ല. കേരള കോൺഗ്രസിൻ്റെ നിലവിലെ രാഷ്ട്രീയ നിലപാടുകൾക്ക് എന്തെങ്കിലും ധാർമ്മികതയോ നൈതികതയോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പുറത്തു പോകുന്നതിന് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പും അവരുടെ മുമ്പിലുള്ളതാണ്. അവരപ്പം അന്തസ്സുള്ളൊരു പാർട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ, ഒരു സീറ്റും ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരക്കാരുമായുള്ള കോൺഗ്രസിനെ പോലെ ഗൂഢാലോചനക്കാരും കുഴപ്പക്കാരും ചതിയന്മാരുമായ ആ ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നേതാക്കൾ അവരിൽ നിന്ന് വിട്ടുമാറി ഒറ്റയ്ക്ക് മത്സരിക്കുകയോ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ആ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ ചതിയന്മാരും വഞ്ചകരും ഗൂഢാലോചനക്കാരുമായ അവരോട് ചേർന്ന് നിന്ന്
അവരുടെയൊക്കെ പിന്തുണ വാങ്ങിച്ചുകൊണ്ട് ചില സീറ്റുകൾ ജയിക്കുകയും നമ്മളോടിപ്പോൾ സംസാരിക്കുന്ന ശ്രീ പുതുശ്ശേരി പോലും ജോസഫും പുതുശ്ശേരി പോലും ഈ കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ടോടുകൂടി അവിടെ കുര്യനുമായി ബന്ധപ്പെട്ട ശ്രീ പി ജെ കുര്യനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ പിന്തുണ വാങ്ങിച്ച് ജയിച്ചില്ലെങ്കിലും പിന്തുണ കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. എന്നിട്ടിപ്പോൾ അതിനുശേഷം കുറേ സീറ്റുകളൊക്കെ ജയിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഞങ്ങളോട് അങ്ങനെ ചെയ്തു, പുറകിൽ നിന്ന് കുത്തി, മുന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുന്നണി വിട്ടു പോയതിൻ്റെ കാര്യം എന്താണെന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. ഇപ്പം കോൺഗ്രസ് വിളിക്കുന്നത് എന്താണ്? കോൺഗ്രസ് ഇപ്പം വെറുതെ ഒരു KPCCയുടെ താൽക്കാലിക പ്രസിഡന്റ് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു 2 വാക്ക് പറഞ്ഞു എന്നതിനപ്പുറത്ത് ആ ഒരു ക്ഷണത്തിനോ അല്ലെങ്കിൽ ആ ഒരു ഇൻവിറ്റേഷനൊന്നും എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല കളിയാക്കിയതാണോ പുച്ഛിച്ചതാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ശ്രീ ആന്റണി രാജു പറഞ്ഞ പോലെ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് പോയേ പറ്റുള്ളൂ. LDFിൽ കാര്യമായ ഒരു സാധ്യതയില്ല. പിന്നെ BJPയിൽ മന്ത്രിസ്ഥാനം ചോദിച്ചുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. BDJSൻ്റെ പിന്നെ നേതാവ് വഴി പോയതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ അവിടെ ഒരു യാഥാർത്ഥ്യമുള്ളത് കേരള കോൺഗ്രസിനെ BJPയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടാനാണ്. അതൊരു മന്ത്രിസ്ഥാനത്തിൻ്റെ വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേന്ദ്രത്തിലൊരു പദവിക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു ശ്രീ ജോസഫും പുതുശ്ശേരി അടക്കമുള്ള കേരള കോൺഗ്രസിലെ നേതാക്കൾ, ഞാൻ അവരുടെ 2ാം നിരയിൽപ്പെട്ട പല നേതാക്കളുമായിട്ട് ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇവരാരും മാണിക്കൊപ്പം, മാണി അത് ചെയ്യുന്നത് മാണിയുടെ മകന് വേണ്ടിയായിരിക്കുമല്ലോ, അല്ല പാർട്ടിക്ക് വേണ്ടിയല്ലല്ലോ, ഒരു വിപുലമായ ഒരു താല്പര്യത്തിൻ്റെ വേണ്ടി അല്ലല്ലോ അതൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പുതുശ്ശേരി അടക്കമുള്ള ആളുകൾ പോലും BJPയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സിറ്റുവേഷൻ മാറും. പുതിയൊരു KPCC പ്രസിഡന്റ്, താൽക്കാലിക പ്രസിഡന്റ് അല്ല ഒരു സ്ഥിരം പ്രസിഡന്റ് ഡിസംബറോടുകൂടി അല്ല അടുത്ത ജാനുവരിയോടുകൂടി KPCCക്ക് ഉണ്ടാവും. അപ്പോൾ ചർച്ചകളൊക്കെ മാറും. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായും നമ്മളിപ്പം കേരള കോൺഗ്രസിന് മലപ്പുറത്ത് ആളില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പരിഹസിച്ച് മാറ്റി നിർത്താവുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അവർക്ക് 3-4-5 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലൊക്കെ നിർണായകമായ പിന്നെ സ്വാധീനമുള്ളതാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിനൊക്കെ അവർക്ക് കൃത്യമായ ഒരു പങ്ക് വഹിക്കാൻ പറ്റുന്ന ഒരു പറയുന്നത്. പിന്നെ പരസ്പരം പിണങ്ങി നിന്നവർ കേരള കോൺഗ്രസും, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ അരമണിക്കൂർ വെയിറ്റ് ചെയ്യായിരുന്നു. അറിയാം ശ്രീ സണ്ണിക്കുട്ടി, താങ്കൾ പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ നടന്ന ചർച്ചകളിൽ മനസ്സിലായത് മുൻകാലങ്ങളിൽ വളരെ ശത്രുതയോടെ നിന്നവരൊക്കെ പിന്നീട് ഒരിക്കലും ഒന്നിച്ചു നിൽക്കാറില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആന്റണി രാജു തന്നെ അദ്ദേഹം ഒരു പാർട്ടി മറ്റോ ഉണ്ടാക്കി LDFിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ KM മാണിയെ എന്താ ഞാനും അദ്ദേഹം കൂടെ സഹകരിച്ച് പങ്കെടുത്ത എത്രയോ ചർച്ചകളിൽ പിന്നെ പിന്തുണച്ചിട്ടുള്ളതാണ്. RSP ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയൊരു ഒരു വിമർശകർ. RSP പിന്നീട് UDFിൽ വരുന്നു, കോൺഗ്രസും ഒക്കെ സഹകരിക്കുന്നു, RSPയുടെ നേതാവ് ജയിക്കുന്നു. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ നിത്യ ശത്രുക്കളുമില്ല. യാതൊരു സംശയം വേണ്ട. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മറ്റു വഴികളൊന്നും കേരള കോൺഗ്രസ്സിന് ഉണ്ടാവാൻ പോകുന്നില്ല. അവർ UDFിലേക്ക് ചേക്കേറുക എന്നത് മാത്രമായിരിക്കും അവരുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. അതിനൊരു സമയമെടുക്കും. ആ സമയമൊക്കെ എടുത്ത് ആർക്കും വലിയ പരിക്ക് പറ്റാതെ അതൊക്കെ സംഭവിക്കാനാണ് സാധ്യത. റൈറ്റ്. അതായത് ശ്രീ ജയശങ്കർ, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പ്രവചനമാണ് അസ്ഥാനത്താവുക. കാരണം പാലായിൽ KM മാണി, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നതിലൊരു ആ പ്രയോഗത്തിൽ ഒരു ശക്തി അടങ്ങിയിട്ടുണ്ടല്ലോ. അത്തരം ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു പാർട്ടിയാണ്. അവരെ ഈ രൂപത്തിൽ കൂടെ കൂട്ടി കോട്ടയത്ത് അങ്ങ് തീർത്ത് കളയാമെന്ന് കോൺഗ്രസ് വിചാരിച്ചാൽ കോൺഗ്രസും പലയിടങ്ങളിലും തീർന്നു പോകും. അങ്ങനെ ചെറുതാക്കി കാണാവുന്നതല്ല ആ പാർട്ടിയും ആ നേതാവും എന്നിരിക്കെ പതുക്കെ ഇതെല്ലാം മറന്ന് ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി സൂചിപ്പിച്ചതുപോലെ പല ശത്രുതകളും അലിഞ്ഞില്ലാതാവും രാഷ്ട്രീയത്തിൽ വളരെ വേഗം. കണ്ടു നിൽക്കുന്നവരായിരിക്കും ഒരുപക്ഷെ അമ്പരന്ന് പോവുക. അതിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൻ്റെ സംഭാവനയായി ഹസൻ്റെ വാചകങ്ങളെ കാണാം. അങ്ങനെ വന്നാൽ അതൊരു പരിഹാസം മാത്രവുമാവില്ല. അല്ല, ഹസൻ്റെ ഉദ്ദേശം എന്ത് തന്നെയാണെങ്കിലും പരിഹാസമല്ല. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ക്ഷണിച്ചാണെങ്കിൽ പോലും ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സത്യം ഇതിനകത്തുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റായിട്ടില്ല. സത്യത്തിൽ പ്രസിഡൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു സീനിയർ വൈസ് പ്രസിഡൻറ്റ് മാത്രമാണ്. KPCCക്ക് ഒരു സ്ഥിരം പ്രസിഡൻറ്റ് ഉടനെ തന്നെ വരും. അപ്പോൾ ആ പ്രസിഡൻറ്റിനായിരിക്കും മേൽക്കൈ ഉണ്ടാകുന്നത്, അവരായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കോൺഗ്രസ്സുകാർ സണ്ണിക്കുട്ടി പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും ഈ കൂടി യോജിക്കുന്ന ആളുകൾ തമ്മിൽ വളരെ സ്നേഹത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പ്രേമേന്ദ്രൻ തന്നെ കൊല്ലത്ത് മത്സരിക്കുന്നത് തൊട്ട് ആ പാർലമെൻറ്റിന് നോമിനേഷൻ കൊടുക്കുന്ന സമയത്താണ്. പ്രേമേന്ദ്രനെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുകയും അദ്ദേഹം കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രമല്ല ഇടതുപക്ഷത്ത് തന്നെ കുറേ കൂടി വോട്ടുകൾ സമാഹരിച്ച് അവിടെ വിജയിക്കുകയും ചെയ്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ വോട്ടുകളൊക്കെ തിരിച്ച് അതാത് പാർട്ടികളിലേക്ക് പോവുകയും RSP അടക്കമുള്ള പാർട്ടികൾ തോക്കുകയും ചെയ്തു. അതൊക്കെ വേറെ കാര്യം. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് വളരെ കാലമായിട്ട് കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്തുള്ള കോൺഗ്രസ്സുകാർ, അതിൽ തന്നെ A ഗ്രൂപ്പുകാർ പ്രത്യേകിച്ച് വളരെ ഒരു വൈരനിര്യാതന ബുദ്ധിമുട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അവർ കേരള കോൺഗ്രസിനെ ദുർബലമാക്കാൻ കിട്ടുന്ന ഒരു ചെറിയ ചാൻസ് പോലും പഴകുകയില്ല. ഞാൻ പറയട്ടെ, പി ജെ ജോസഫ് ഇടതുമുന്നണി വിട്ട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചില്ലേ തൊടുപുഴയിലുള്ള കോൺഗ്രസ്സുകാരാണ്, എ ഗ്രൂപ്പുകാരാണ് കത്തിച്ചത്. ഇനി ശ്രീ കെ എം മാണിയെ തോൽപ്പിക്കാൻ അവരെന്തൊക്കെ അഭ്യാസങ്ങൾ നടത്തി. പുതുശ്ശേരിയെ തന്നെ തോൽപ്പിച്ചാൽ പുതുശ്ശേരി തോക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണോ തിരുവല്ലയിൽ? അല്ല. യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. 55% വോട്ടുണ്ട് കോൺഗ്രസ് കേരള കോൺഗ്രസിന് കൂട്ടിയാൽ. ആ വോട്ട് പുതുശ്ശേരിക്ക് കിട്ടിയോ? എന്താ കിട്ടാഞ്ഞത്? കോൺഗ്രസിലൊരു മുതിർന്ന നേതാവ് തന്നെ പുതുശ്ശേരിക്കെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചില്ലേ? എത്ര നാൾ കഴിഞ്ഞാണ് തിരുവല്ലയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്? ഇല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കിയ എത്ര കാലത്തിന് ശേഷം? നമ്മുടെ സുഹൃത്ത് ഉണ്ണിയാടൻ എങ്ങനെയാണ് തോറ്റത്? ഉണ്ണിയാടൻ തോക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണോ? അല്ല. തോറ്റുപോയത് കോൺഗ്രസ്സുകാർ വേല വെച്ചുകൊണ്ടാണ്. ആ വേല വെച്ച നേതാക്കന്മാരുടെ പേരൊക്കെ എനിക്കറിയാം. KPCC ജനറൽ സെക്രട്ടറി അടക്കം ഉണ്ണിയാടനെ തോൽപ്പിക്കാൻ പരസ്യമായിട്ട് പ്രവർത്തിച്ചു. പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല. രഹസ്യമായിട്ട് ഒരുപാട് വേലകൾ വേറെ വെച്ചു. അങ്ങനെ വളരെ കാലമായിട്ട് ഈ പാർട്ടിയെ ഒതുക്കാനും തകർക്കാനും മൂലക്കിരുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവരുടെ ആലയിലേക്കാണ് മാണി വീണ്ടും ചെല്ലുന്നത്. മാണിക്ക് ജെനുവിനായിട്ട് ഗ്രീവൻസ് ഉണ്ട്. ഞാൻ ഒന്ന് വരാം ഒരു ഇടവേളയിലേക്ക് പോകും മുമ്പ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഈ സാഹചര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. തിരുവല്ലയിലെ താങ്കളുടെ തോൽവി എണ്ണി അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെയുള്ള നിങ്ങളുടെ പല നേതാക്കളുടെയും പരാജയം, പാർട്ടിയോട് കാട്ടിയ അനീതി, ഇതെല്ലാം നിൽക്കെ റിപ്പോർട്ട് അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴയിലടക്കം നിങ്ങളെ തകർക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ഗൂഢാലോചന എന്ന ആ റിപ്പോർട്ട്, ഇതെല്ലാം നിൽക്കെ ചില ക്ഷണങ്ങൾ വരുമ്പോൾ, ചില പുകഴ്ത്തലുകൾ വരുമ്പോൾ അതെല്ലാം മറക്കുകയാണോ? അങ്ങനെ മറന്നാൽ നിങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി കൂടുതൽ അപകടങ്ങളിലേക്കല്ലേ ചെല്ലൂ? ഞാൻ ശരത്തിനോ ഒരു കാര്യം തെളിച്ചു പറയാം. പ്രലോഭനങ്ങളിൽ വീണു പോവുകയും വിമർശനങ്ങൾ കേട്ടാൽ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് കഴിഞ്ഞ 50 വർഷക്കാലത്തിലേറെയായി കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായി നിലകൊണ്ടിട്ടുണ്ട്. ഇപ്പം മലപ്പുറം പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മേഖലകളിൽ ഞങ്ങളുടേതായ പിന്തുണയുണ്ട്. ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ പിന്തുണയുണ്ട്. അതിന് മലപ്പുറത്തെ കുടിയേറ്റ മേഖലകളുമൊക്കെയായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് കാരണമാണ് കുഞ്ഞാലിക്കുട്ടി ജയിച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള അവകാശവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ലോ. ആരെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങളുടെ മേൽ കുതിര കയറാനുള്ള ഒരു അവസരമായി എടുത്തു വെച്ച് വ്യാഖ്യാനിക്കുകയും അത്തരം കാര്യങ്ങൾ അങ്ങനെ മനസ്സുകൾ ലഭിക്കുന്ന ആളുകൾ അങ്ങനെ അവരങ്ങനെ സൂചിച്ചോട്ടെ. അതല്ല ശ്രീ പുതുശ്ശേരി, നമ്മുടെ വിഷയത്തിലേക്ക് വരും. ഒരുപാട് തിരിച്ചടികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് മുന്നണിയിൽ നിന്ന്. എണ്ണി പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ. തിരുവല്ല അടക്കം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്തതാണെന്നറിയാം. തിരുവല്ലയിലെ താങ്കളുടെ തോൽവി അടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇതെല്ലാം നിൽക്കുമ്പോൾ ഒരു സ്തുതിയിലും ഒരു പുകഴ്ത്തലിലും ഒരു ക്ഷണത്തിലും ഇപ്പോൾ സമയമായില്ല എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ തന്നെ വിമർശനങ്ങളെ നിങ്ങൾ വിഴുങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയതാണല്ലോ. ഞങ്ങൾക്ക് അന്ധമായ വിരോധം ആരോടുമില്ല. കോൺഗ്രസിനോട് ഉന്നയിച്ച വിമർശനങ്ങൾ പരിശോധിച്ചാൽ പുതുശ്ശേരി ഉന്നയിച്ച വിമർശനങ്ങൾ പരിശോധിച്ചാൽ UDF-നോടും ഇപ്പോഴില്ല. ഞങ്ങൾക്ക് അന്ധമായ വിരോധം ആരോടുമില്ല, അന്ധമായ വിധേയത്വം ആരോടുമില്ല. ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട്, മുന്നണി വിട്ട് സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ വിമർശകരായ ആളുകളെങ്കിലും ഇതുപോലെയുള്ള വേദികളിൽ പറയുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നേരത്തെ ആന്റണി രാജു ചോദിച്ചു ഇനി വേങ്ങരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും നിങ്ങൾക്ക് ലീഗിനെ പിന്തുണയ്ക്കാതെ തരമില്ലല്ലോ വേങ്ങരയിൽ. ഞങ്ങൾക്ക് ഇപ്പൊ ആന്റണി രാജുവിന്റെ ഒന്നും ഉപദേശം ആവശ്യമില്ലല്ലോ. പിന്നെ എന്റെ ഉപദേശം അനുസരിച്ച് നിങ്ങൾ വേങ്ങരയിൽ തീരുമാനിക്കാൻ പോകുന്നുള്ളൂ. അല്ലാത്തൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അത് രാഷ്ട്രീയമാണ്, ഉപദേശമല്ല. കാരണം മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ കുറിച്ച് പുതുശ്ശേരി അറിയുന്നത് പോലെ അതിനേക്കാളും കൂടുതൽ എനിക്കറിയാമല്ലോ. അല്ല, അത് ആന്റണി രാജു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ച് അഭിപ്രായം പറയണമെന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? ഞാനാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയണമെന്ന് ആഗ്രഹിക്കുന്ന പോലെയുള്ളൂ. അതൊക്കെ ബാലിശമായ സമീപനമാണ്. ആ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ആളുകളാണ് പാർട്ടിയുടെ അഭിപ്രായം. ബാക്കി ആളുകൾക്ക് എന്ത് നിരീക്ഷണങ്ങൾ വേണേലും നടത്താം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. സ്വാഭാവികമായി ആന്റണി രാജുവിന്റെ ഈ കാര്യത്തിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ പിന്നെ മനോവികാരം മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ
യാതൊരു പരാതിയുമില്ല. ആന്റണി രാജു അങ്ങനെ പറയാം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ് പിന്നെ മനസ്സുകൾ ലഭിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ലഭിക്കട്ടെ, അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് 50 വർഷക്കാലമായി മുന്നണിയിൽ മുന്നണി അല്ലാതെയും ഒക്കെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇങ്ങനെ എം ഹസൻ KPCCയുടെ ബഹുമാനായ പ്രസിഡന്റ് ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ടടക്കം ഞങ്ങളുടെ അഭിപ്രായ പ്രകടനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഈ ഘട്ടത്തിൽ ഇത്രയും ചർച്ച നടന്നുകൊണ്ട് ശ്രീ സണ്ണിക്കുട്ടി ഒരു കാര്യം കൂടി ഇടവേളയിലേക്ക് പോകും മുമ്പ്, അതായത് നമ്മൾ എങ്ങനെയൊക്കെ വിലയിരുത്തിയാലും ഇപ്പോൾ ഇങ്ങനെ ഹസനിൽ നിന്നൊരു വാചകം കേൾക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത സുഖം ശ്രീ KM മാണി അനുഭവിക്കുന്നുണ്ടാവില്ലേ? കാരണം വളരെ പ്രതാപിയായി മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി തുടരുക, അതിനുശേഷം ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും അടക്കമുള്ളവർ പാർട്ടി വിട്ട് ഇടതുമുന്നണിയിലേക്ക് പോകുന്നു, അവിടെ ഘടകകക്ഷിയാകാതെ അവർ നിൽക്കുന്നു, അതടക്കം പരിഹസിക്കുന്നു. ഒടുവിൽ അതേ വഴിയിൽ തന്നെ മുന്നണി ഉപേക്ഷിച്ച് ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ തുടരേണ്ടി വരുന്ന KM മാണി, അതിനിടയിൽ ഹസൻ ആണെങ്കിൽ ഒരു താൽക്കാലിക പ്രസിഡന്റ് ആയിക്കോട്ടെ, പക്ഷേ ഹസൻ തുടങ്ങി വെക്കുന്നു. അത് ഹസൻ പറയുന്നു എന്നത് ഹസൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമായി ചുരുക്കാവുന്നതുമല്ല. ഇനി വരാൻ പോകുന്ന പ്രസിഡന്റ് എന്നതിൽ ഉമ്മൻചാണ്ടിയുടെ സാധ്യതയാണ് ഏറ്റവും വലുത് എന്നൊക്കെ നിൽക്കെ അങ്ങനെ പറയുന്നൊരു ക്ഷണം ശ്രീ KM മാണി ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിച്ച ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ. അല്ല ശരത്തെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞൊരു വാചകം, ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് തന്നെ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് പെട്ടെന്ന് UDF വന്നിട്ട് UDF-നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനൊന്നും ഒരു ഗുണവുമില്ല. ഇന്നിപ്പോൾ KPCCയുടെ താൽക്കാലിക പ്രസിഡന്റ് അങ്ങനെ ഒരു വാചകം പറഞ്ഞു, അതുകൊണ്ടൊരു ചർച്ച നടക്കുന്നു എന്നതിനപ്പുറത്ത് ഇന്നിപ്പോൾ നിലവിലെ സമകാലീന കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. അത് ആ പാർട്ടികളെ സംബന്ധിച്ച് ശരിയായിരിക്കും. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ആവർത്തിച്ച് PT തോമസ് അങ്ങനെയാണെങ്കിൽ അപ്രസക്തമായ ഒരു കാലത്ത് വരുന്ന വെറും പരാമർശങ്ങളായി കരുതിക്കൊണ്ട് PT തോമസ് അടങ്ങിയിരിക്കുന്നില്ലല്ലോ. ഇന്നും അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിമർശനത്തെ ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റും അടക്കം തള്ളിപ്പറഞ്ഞു, പരസ്യമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം ഞാൻ KPCC നിർവാഹക സമിതിയിൽ പറയും, വലിയ ആശങ്കയും സംശയങ്ങളും ഇക്കാര്യത്തിലുണ്ട് എന്ന് PT തോമസ് വിചാരിക്കുന്നത് PT തോമസിന്റെ മാത്രം ആശങ്കയായി കരുതാവുന്നതുമല്ലല്ലോ. അല്ല, അങ്ങനെയല്ല ശരത്തെ. ഞാൻ പറയാം, PT തോമസ് അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയുന്നു. അദ്ദേഹം പാർട്ടിയുടെ അഭിപ്രായമല്ല പറയുന്നത്. നാളെ UDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസും UDF-ഉം KM മാണിയെ സ്വീകരിക്കാൻ തയ്യാറാവുകയും UDF-ലേക്ക് ഒരു പുനഃപ്രവേശനത്തിൽ KM മാണി തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ PT തോമസിൻ്റെ ആ ഒറ്റയാൻ നിലപാടിന് യാതൊരു പ്രസക്തിയുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പല കാരണങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ കേരള കോൺഗ്രസ്സുകാരെ വാരിയത് കൊണ്ടാണ് UDF-ന് വലിയ വീഴ്ച വന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം, തിരുവല്ലയിലെ കാര്യം അറിയാം. തിരുവല്ലയിൽ വളരെ പ്രത്യേകിച്ചുള്ള ഒരു സാഹചര്യമായിരുന്നു. ഒരു വ്യക്തിയെ, കോൺഗ്രസ്സിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗം ശ്രീ പുതുശ്ശേരിക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് ഉണ്ണിയാടൻ്റെ കഥ അറിഞ്ഞുകൂടാ. അതേസമയം കേരളത്തിലെ പല കോൺഗ്രസ്സുകാരെയും തോൽപ്പിച്ചത്, വാരി തോൽപ്പിച്ചത് നമ്മുടെ ഉണ്ണിത്താനടക്കം കുണ്ടറയിൽ 35,000 വോട്ടിന്, തലശ്ശേരിയിൽ മാന്യമായ ഒരു പ്രകടനം നേരത്തെ നടത്തി പാരമ്പര്യമുള്ള ഉണ്ണിത്താനടക്കമുള്ളവരെ 33,000 വോട്ടിന് തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ കേരള കോൺഗ്രസ്സുകാരെ വാരി തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ, വാരിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല, തോൽപ്പിച്ചു എന്ന് പറയുന്നതിൽ വരാറില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പില്ലാതിരുന്ന ധാർമ്മികത അല്ലെങ്കിൽ നൈതികത അല്ലെങ്കിൽ ധാർമ്മിക രോഷം എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടാവുന്നത്? കേരള കോൺഗ്രസ് ഇപ്പോൾ സ്ഥിതി എന്താണ്? അത് വരമ്പത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്, വേണമെങ്കിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. LDF-കാർക്ക് വേണമെങ്കിൽ LDF-കാർക്ക് എടുക്കാം, BJP-കാർക്ക് വേണമെങ്കിൽ BJP-കാർക്ക് എടുക്കാം, UDF-ന് വേണമെങ്കിൽ UDF-ന് എടുക്കാം. കാരണം ഈ പാർട്ടിക്ക് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന 4 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിലോ ഈ പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു നേതാവിന് കെട്ടിവെച്ച സീറ്റ് കെട്ടിവെച്ച പണം പോലും കിട്ടില്ല എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെയാണെങ്കിൽ വരമ്പത്തിരിക്കുന്ന ഒരു പാർട്ടിയിൽ ആരാണ് കണ്ണുവെച്ചിരിക്കുന്നത്? വരമ്പത്ത് നിൽക്കുന്ന പാർട്ടി മാത്രമല്ല, KM മാണി പറഞ്ഞത് വരമ്പത്ത് നിൽക്കുന്ന സുന്ദരിയായ പെണ്ണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ചരക്കാണെന്നാണ് പറഞ്ഞത്. ഏതായാലും ശ്രീ KM മാണി ചെരൽക്കുന്നിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനത്തിൽ ഒരു സെൻറ്റൻസ് വളരെ പ്രത്യേകമാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു മുന്നണിയിലേക്കുമില്ല,
നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ ശക്തി തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. അവരുടെ ശക്തി തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ ശ്രീ കെ എം മാണിക്ക് തന്നെ അറിയാം, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞാൽ ശരി, ഒറ്റയ്ക്ക് നിന്നാൽ ശ്രീ കെ എം മാണിയുടെ പാർട്ടിക്ക് മാത്രമല്ല, ഇവിടെ പല പാർട്ടികൾക്കും ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. അത് ഘടകകക്ഷികളായ പല പാർട്ടികൾക്കും, അത് കെ എം മാണിയുടെ പാർട്ടി മാത്രം. പിന്നെ ഘടകകക്ഷികളല്ലാത്തവരുടെ അവസ്ഥയോ നിങ്ങളടക്കം? അല്ല, ഞാൻ പറഞ്ഞത് ഘടകകക്ഷികൾ എന്ന് പറയുന്നത് മുന്നണിയുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന കക്ഷികളെയും കൂടെ ചേർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഫലത്തിൽ കെ എം മാണിയും ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. ഞാൻ പറയാം, ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയുടെ സഹയാത്രികരായി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് അതിനുശേഷം ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ പരിപാടികളിലും ഒരു ഘടകകക്ഷിയെ പോലെ തന്നെയുള്ള പരിഗണന നൽകിക്കൊണ്ട് അതിനുശേഷം നടന്ന എല്ലാ സമര പരിപാടികളിലും ഏതെങ്കിലും തരത്തിൽ ആന്റണി രാജുവിനെയും ഫ്രാൻസിസ് ജോർജിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രാതിനിധ്യം ഇടതു മുന്നണി നൽകുന്നുണ്ടോ? ഇപ്പോൾ ഗണേഷ് കുമാർ എന്ന MLA ഉള്ള ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ LDF-ൽ എന്താണ്? പക്ഷേ UDF കുറെ കൂടി പുറത്തു നിൽക്കുന്ന മാണിയെ ഞങ്ങളല്ല പറഞ്ഞു വിട്ടത്, എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാമെന്ന് പറയുന്ന നിലയിലേക്കുള്ള ഒരു വലിയ ഓഫർ അത് കാണാതെ പോയി കൂടാ. അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ ഡീമോണിറ്റൈസേഷനെതിരായ സമരത്തിൽ, അതുപോലെ തന്നെ അതിനുശേഷം നടന്ന 2-3 സമര പരിപാടിയിലൊക്കെ LDF-ന്റെ ഘടകകക്ഷികളെ പോലെ തന്നെ എല്ലാ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞങ്ങളുണ്ടായിരുന്നു. ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികൾ മൂന്നാമതായിട്ട് പ്രസംഗിപ്പിച്ച ഘടകകക്ഷി നേതാവ് ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് ജോർജിനെയാണ് പ്രസംഗിപ്പിച്ചത്, മറ്റേ ഘടകകക്ഷികൾ പ്രസംഗിപ്പിക്കുന്നതിന് മുമ്പ്. അതുപോലെ ഞങ്ങൾക്ക് മാന്യമായ പരിഗണനയും അംഗീകാരവും ഇടതുപക്ഷ മുന്നണിക്കകത്തൊരു ഘടകകക്ഷി ആക്കിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ പറയാം അന്യന്റെ ദുഃഖത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുമ്പ് ജോസഫ് ഗ്രൂപ്പ്, PJ ജോസഫിന്റെ നേതൃത്വത്തിൽ UDF വിട്ട് LDF-ലേക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ 2 വർഷം കഴിഞ്ഞാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയായി മാറിയത്. അതുവരെ സഹകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചയ്ക്കും ഉള്ളിൽ തന്നെ ഞങ്ങളെ മാന്യമായിട്ട് 4 സീറ്റും തന്ന് ഞങ്ങൾക്ക് അംഗീകാരം നൽകി. ഇപ്പോൾ ഘടകകക്ഷിയെ പോലത്തുള്ള പരിഗണനയും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും സമയമാകുമ്പോൾ ഞങ്ങളുടെ ഘടകകക്ഷി എന്നുള്ള ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആ സംശയമില്ല. ശരത്, ഞാൻ ആ വിഷയം പറയാൻ തുടങ്ങിയപ്പോഴാണ് ശരത്ത് എന്നെ അവിടെ ബ്ലോക്ക് ചെയ്തത്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഈ ചർച്ചയിൽ ആന്റണി രാജു ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര തമാശയാണ് തോന്നുന്നത്. അപ്പോൾ എന്തോ 4 സീറ്റ് അങ്ങോട്ട് തന്ന് അഭിമാനത്തോടു കൂടി അങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നടന്നതെന്നുള്ളത് 4 സീറ്റ് മുമ്പിൽ കണ്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കലാപമുണ്ടാക്കി കാരണങ്ങളൊക്കെ ഒരു പക്ഷേ ഈ 4 നേതാക്കൾ, പാർട്ടിയല്ലല്ലോ, 4 നേതാക്കൾ ആ സ്പ്ലിറ്റിന് വേണ്ടി പറഞ്ഞ കാരണങ്ങളോടൊക്കെ ഒരു പരിധി വരെ യോജിക്കാൻ ഞാൻ അത്ര അന്തസ്സുള്ളതൊന്നുമായില്ല. ഞാൻ ഒരു കാര്യം പറയാം, ആന്റണി രാജു കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു രോഗിയാണ് നിങ്ങളുടെ പാർട്ടി. എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. LDF-ലെ സാധനം എന്താ? ഞാൻ ചോട്ടെ, മലപ്പുറത്ത് KM മാണി പിന്തുണ നൽകിയതിനെ പരിഹസിക്കുന്ന ആന്റണി രാജു മലപ്പുറത്ത് ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഞങ്ങളാരുടെയും കത്ത് മേടിക്കാനോ ഞങ്ങളുടെ ഇതുകൊണ്ടാണ് ജയിച്ചതെന്ന് ഞങ്ങളാരും അവകാശപ്പെട്ടില്ലല്ലോ. മാണി അവകാശപ്പെട്ടിരിക്കുകയല്ലേ, ഞങ്ങൾ അവകാശപ്പെട്ടില്ലല്ലോ. അത് മാണി അവകാശപ്പെട്ടൊന്നുമില്ല. മാണി എവിടെ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടിയുടെ കത്ത് കിട്ടിയിട്ടാണ് പോയത്. എനിക്കറിയില്ല, മാണിയുടെ സഹായം ഭൂരിപക്ഷം കൂടിയെന്ന് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ജോസഫം പുതുശ്ശേരി ഈ കാര്യത്തിൽ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാണക്കാട് തങ്ങൾ വിളിച്ചു ഞാൻ പുതുശ്ശേരി കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, സണ്ണിക്കുട്ടിയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം, കോൺഗ്രസുമായിട്ടുള്ള ബന്ധവും അറിയാം. അതുകൊണ്ട് സണ്ണിക്കുട്ടിക്ക് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ. ആന്റണി രാജു രാഷ്ട്രീയം ശരിയല്ല. അതിന് വേണം സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ ഞാൻ തെളിവ് പറയണോ? കാര്യം പറഞ്ഞല്ലോ നൈതികതയെ കുറിച്ച് പറയുന്ന
രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചും നൈതികതയെക്കുറിച്ചും പറയുന്ന ആന്റണി രാജു അതൊക്കെ എല്ലാവർക്കും പറയാം. അദ്ദേഹം പറയട്ടെ, ശ്രീ ആന്റണി രാജു, അദ്ദേഹം പറയട്ടെ. സണ്ണിക്കുട്ടിക്ക് എന്താ അവകാശം? അങ്ങനെ ചെയ്യരുത്. അദ്ദേഹം ഈ ചർച്ചയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ആണ്. താങ്കൾ പറഞ്ഞല്ലോ സണ്ണിക്കുട്ടിക്ക് എനിക്ക് ധാർമ്മികത പറയാൻ അവകാശമില്ല, സണ്ണിക്കുട്ടിക്ക് പറയാൻ അവകാശമില്ല. ഇനി അദ്ദേഹം പൂർത്തിയാക്കട്ടെ. താങ്കളുടെ ആരോപണം അവിടെ വന്നല്ലോ. ശ്രീ സണ്ണിക്കുട്ടി പൂർത്തിയാക്കൂ. താങ്കൾ പറഞ്ഞു വരുന്നത് പൂർത്തിയാക്കൂ. ശരത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ലോ. ഞാൻ പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പരിഹസിക്കുമ്പോൾ ആ പരിഹസിക്കുന്ന പാർട്ടി എവിടെ നിൽക്കുന്നു? അവരെന്താണ് ചെയ്തത്? സണ്ണിക്കുട്ടിക്ക് ആരെക്കുറിച്ച് പറയാൻ ഒരു അവകാശമില്ലല്ലോ. വിളിക്കുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഈ തർക്കത്തിൽ താങ്കൾ കക്ഷി ചേരുന്നത് എങ്ങനെയാണ്? അതിലൊരു രസകരമായ കൗതുകം, ഈ പറഞ്ഞതുപോലെ ഇവരുടെ പാർട്ടി കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നു. മാണിയുടെ പാർട്ടിക്ക് അത്യാവശ്യം കട്ടിലിൽ ചാരിയെങ്കിലും ഇരിക്കാം. ഈ നിലയിലാണ് വന്നൊരു പരാമർശം. ഞാൻ അതൊന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം. ഞങ്ങളുടെ പാർട്ടിയുടെ ചർച്ചയില്ലല്ലോ. ഇന്ന് ഹസനും രമേശ് ചെന്നിത്തലയും പി ടി തോമസും മാണിയും പറഞ്ഞതല്ലേ ചർച്ച. പക്ഷേ കക്ഷികളാകാതെ, ഘടകകക്ഷികളാകാതെ നിൽക്കാൻ കഴിയുന്നവരുടെ പൊതുവേദനയായി തന്നെ ആർ ബാലകൃഷ്ണപിള്ള, പി സി ജോർജ്, നിങ്ങളുടെ പാർട്ടി. ശ്രീ ജയശങ്കർ, അല്ല, ഇതിൽ സത്യത്തിൽ ഇവർ തമ്മിൽ തർക്കത്തിൽ ഭാഗഭാഗിത്വമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വോളറ്റൈലായിട്ടുള്ള സെറ്റപ്പാണ്. ആ പാർട്ടിക്ക് കുറേ അണികളുണ്ട്, ഇതിന് കുറേ അധികം നേതാക്കന്മാരുമുണ്ട്. ഏത് ഭാഗത്താണ് ബലമെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ആളുകൾ മാറും. ഇപ്പോൾ ശ്രീ കെ എം മാണിയോട് നിൽക്കുന്ന ആളുകൾ ഒരു ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പി ജോസഫിൻ്റെ ഭാഗത്തേക്ക് മാറും, അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ ഭാഗത്തേക്ക് മാറും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഘടനയാണ് ഈ പാർട്ടിക്ക്. ശക്തനായ ഒരു നേതാവ് വരുമ്പോൾ ആ നേതാവിലൂടെ ആളുകൾ നിൽക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിൻ്റെ കൂടെ അല്ലെങ്കിൽ ആന്റണി രാജുവിൻ്റെ കൂടെ തൽക്കാലം അണികളില്ല എന്ന് നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈ അണികൾ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ഒഴുകിച്ചെല്ലാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം. കെ എം ജോർജ് സാറുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകൾ നിന്നു, കെ എം മാണി ശക്തനായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു, പി ജെ ജോസഫ് പ്രബലനായപ്പോൾ കുറേ ആളുകൾ അങ്ങോട്ട് പോയി. ഈ പി ജെ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം അണികൾ ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിൻ്റെ കൂടെ നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിതിനെക്കുറിച്ചൊക്കെ ഈ സമയത്ത് തർക്കിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളിപ്പോൾ മാണിയുടെ മുന്നണി പ്രവേശനമുള്ള ചർച്ച ചെയ്യുന്നത്. ആന്റണി രാജുവിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം വേറെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഇവർ തമ്മിലുള്ള തർക്കത്തിൽ ഞാൻ ഭാഗവാഹിത്വം വഹിക്കുന്നില്ല. റൈറ്റ്. ശ്രീ സണ്ണിക്കുട്ടി, ഏതായാലും അദ്ദേഹം ഹാപ്പിയാണ്, ഇടതുമുന്നണിയുടെ സഹയാത്രികനാണ്, മതിയായ പരിഗണന ലഭിക്കുന്നുണ്ട്. മറുഭാഗത്ത് ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇക്കാര്യത്തിൽ പക്ഷെ അപ്പോഴും ഉയർത്തിപ്പിടിച്ച നിലപാടുകളെക്കുറിച്ച് ഒരു പരാമർശവും നടത്താതെ ഒഴിയുന്ന ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ശ്രീ കെ എം മാണിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്, താങ്കളടക്കം ഈ ചർച്ചയിൽ നിങ്ങളുടെ പാർട്ടിക്ക് വേദനയുണ്ടാക്കിയ ഒരു സാഹചര്യത്തെ പോലും ഒന്ന് ഓർത്തെടുത്ത് വിമർശിക്കാൻ, ആ വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹസന്റെ ഈ കേവല ക്ഷണം പര്യാപ്തമല്ല എന്ന് പറയാൻ ശ്രീ പുതുശ്ശേരിയും ശ്രമിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ഞാനതിന് വ്യക്തമായി മറുപടി പറയാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം സൂചിപ്പിച്ചത്, ഇവിടെ ആന്റണി രാജു വളരെ തൃപ്തനാണ്, വളരെ സുഖസൗകര്യങ്ങളോടുകൂടി സുഖസുഷുപ്തിയിൽ കഴിയുകയാണെന്നൊക്കെ പറഞ്ഞു. ആന്റണി രാജുവും പിന്നെ ഫ്രാൻസിസ് ജോർജും ഡോക്ടർ കെ സി ജോസഫും ഒക്കെ കൂടെ മുന്നണി ഘടകകക്ഷിയാക്കണം എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം AKG സെന്ററിന്റെ പടി ചവിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാര്യമാണ്. അതെ, അങ്ങ് പറഞ്ഞല്ലോ KPA മജീദ് കത്ത് കൊടുത്ത കാര്യം ഞാനിപ്പോ ആവർത്തിക്കുന്നത് അതൊരു പരസ്യരേഖയായതുകൊണ്ടാണ്. ഞങ്ങളല്ല ആ കാര്യം പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ നേതൃത്വം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ മാധ്യമങ്ങളോട് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പറയുകയും കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ആ കത്തടക്കം കാണിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് കേരളത്തിലെ പരസ്യമായൊരു കാര്യമാണ്. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് കത്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആന്റണി രാജുവിന്റെ കൗശലം പറഞ്ഞല്ലോ, ഇപ്പോഴും പറഞ്ഞല്ലോ. ആന്റണി രാജുവും ശ്രീ സണ്ണിക്കുട്ടിയും തമ്മിലുള്ള തർക്കത്തിലാണ് അത്തരം ഒരു പരാമർശം ഉയർന്നു വന്നത്. അതൊരു പ്രധാനപ്പെട്ട ആ നിലയിൽ മലപ്പുറത്ത് ശ്രീ പുതുശ്ശേരി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാകുമാനം തീർച്ചയായും അവരത് വിലയിരുത്തട്ടെ. അതവർ വിലയിരുത്തട്ടെ. മലപ്പുറത്ത് ചർച്ചയുടെ ഭാഗമായി അത്തരം നിങ്ങളുടെ ശക്തിയെക്കുറിച്ചൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ മാനിക്കുന്നു. എത്ര ആള് എന്ന് നോക്കി മാത്രമല്ലല്ലോ ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനെ മാനിക്കേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചൊരു പ്രശ്നത്തിലേക്ക് താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എണ്ണി പറഞ്ഞ പ്രശ്നങ്ങൾ ഒരെണ്ണം പോലും രാഷ്ട്രീയമായി പരാമർശിക്കാൻ പോലും
പരാമർശിക്കാൻ പോലും തയ്യാറാകാതെയാണ് താങ്കളും ശ്രീ കെ എം മാണിയുടെ ലൈൻ പിടിച്ച് ഈ വിഷയത്തിൽ പരാമർശിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ UDF-നോട് അടുക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു, ഒരവസരം കാത്തിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞത് ശരത്തിന്റെ കാര്യത്തിലും ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ട്. അങ്ങേക്കും ഈ കാര്യത്തിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ച സാഹചര്യമുണ്ട്. അത് മലപ്പുറത്തിന്റെ കാര്യം, ഞാൻ അതല്ല പറഞ്ഞത്. അതിനുശേഷം ഹസൻ പറഞ്ഞതും ഞാൻ പറയട്ടെ ശരത്തെ, മുന്നണി വിട്ടുകൊണ്ട് ഞങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചു. ആ തീരുമാനത്തിന് വ്യത്യസ്തമായ ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ഇപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ചർച്ചയില്ല എന്ന് ഞാൻ ആവർത്തിച്ച് സൂചിപ്പിച്ചാലും അതല്ല പറയേണ്ടത്. ഞാൻ പിന്നെ എന്ത് പറയണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അതിലൊരു വ്യക്തത വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇനി അഥവാ അങ്ങനെ ഒരു ആഗ്രഹം കോൺഗ്രസിനുണ്ട് എങ്കിൽ അത് വെറും ഒരു വാചകമല്ല, കോൺഗ്രസിന്റെ ആഗ്രഹമാണ് ഹസൻ പറഞ്ഞത്. അത് ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഷ്ട്രീയമായി അതെങ്ങനെയാണ് നീങ്ങേണ്ടത്? നിങ്ങളുടെ പാർട്ടിയുമായി ഒരു ഗൗരവപ്പെട്ട ചർച്ചയിലേക്ക് കോൺഗ്രസ് അക്കാര്യങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ പേരിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമോ, തയ്യാറാകേണ്ടതുണ്ടോ? ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ഒരു കാര്യവുമില്ലല്ലോ. കാരണം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഇത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അത്തരം ഒരു സാഹചര്യം നിലവിലില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ചയുടെ കാര്യത്തെ കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി. ആ വ്യക്തമാക്കിയ കാര്യത്തിൽ അതായത് വ്യക്തമാണ്. UDF-ന്റെ അജണ്ട തീരുമാനിക്കേണ്ടത് UDF-ന്റെ ശരിയുമാണ്. അതായത് അഡ്വക്കേറ്റ് ജയശങ്കർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. UDF യോഗം ഇപ്പോൾ പുതുശ്ശേരി പറഞ്ഞത് ശരിയാണ്, അവർ കളത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയാണ്. UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നു. അവർ ചെന്നിത്തല പറഞ്ഞതുപോലെ വേണമെങ്കിൽ സ്വയം വന്നോട്ടെ എന്ന നിലപാടിന് നിലവിൽ മാണി ഗ്രൂപ്പ് തയ്യാറല്ല. ഇനി അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ രാഷ്ട്രീയമായ കൂടിയാലോചനകൾക്കും രാഷ്ട്രീയമായ മേൽവിലാസം നിലനിൽക്കാൻ പാകത്തിനുള്ള സമീപനവും കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. പുതുശ്ശേരി പറഞ്ഞതിൽ ഏറെക്കുറെ തെളിയുന്നത് അതാണ്. പുതുശ്ശേരി പറയുന്ന ന്യായമാണ്, പുതുശ്ശേരി പറയുന്ന രീതിയും വളരെ യുക്തിസഹമാണ്. പക്ഷേ ആ രീതിയിലൊരു സമീപനം UDF-ന് മൊത്തത്തിൽ ഒരു കമ്മിറ്റി കൂടുമ്പോൾ ഒരു പക്ഷേ ജോണി നെല്ലൂർ ആവശ്യപ്പെടും, KPM മജീദ് ആവശ്യപ്പെടും, PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെടും. കോൺഗ്രസ്സുകാരും പറയും ഞങ്ങൾക്ക് വിരോധമില്ല, മാണി സാർ വന്നോട്ടെ എന്ന് പറയും. പക്ഷേ അതിനപ്പുറം ഈ പുതുശ്ശേരി ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തെറ്റിദ്ധരുത്തൽ നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം, ഞാൻ പറയും UDF നേതൃത്വമല്ല, കോൺഗ്രസ് നേതൃത്വം പോകുമ്പോൾ ഇനി പോയാൽ തന്നെ അതിന് വല്ല ആത്മാർത്ഥ്യം ഉണ്ടാകുമോ? ആത്മാർത്ഥ്യം ഉണ്ടെങ്കിൽ തന്നെ അത് പ്രയോഗത്തിൽ, തത്വത്തിലല്ല, വാചകത്തിലല്ല, പ്രയോഗത്തിൽ കാണുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉണ്ണിയാടൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പുതുശ്ശേരിയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റ് പല നേതാക്കന്മാർക്കും ഇതുപോലെ കൈപ്പേറിയ അനുഭവമുണ്ട്, തോമസ് ചാഴിക്കാടനടക്കം പല ആളുകൾക്കും. അങ്ങനെ ഒരുപാട് പേരുടെ തിക്താനുഭവങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ മാണി ഗ്രൂപ്പിന് തൃപ്തികരമായ രീതിയിലുള്ളൊരു പെരുമാറ്റം ആശയതലത്തിലല്ല പ്രായോഗിക തലത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകാം. മാണിയെ സംബന്ധിച്ചിടത്തോളം, മാണി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDF-ലേക്ക് തിരിച്ചു പോകുക എന്നല്ലാണ്ട് യാതൊരു മാർഗവുമില്ല. അത് തന്നെയാണ് കോൺഗ്രസ്സുകാരുടെയും സന്തോഷം. അത് അവർ വളരെ കൗതുകപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാണി വന്നിട്ട് വേണം പുള്ളി ഒതുക്കാൻ വിചാരിച്ചാണ് ഇവർ കാത്തിരിക്കുന്നത്. വരൂ എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. മാണി വന്നിട്ട് വേണം പുള്ളി ഒരു പരുവത്തിലാക്കി ഒരു വഴിക്ക് വിടാനായിട്ട്. റൈറ്റ്. അതായത് ശ്രീ ആന്റണി രാജു, ഇത് നിങ്ങളുടെ പ്രശ്നമല്ല എങ്കിൽ പോലും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കാൻ ഇടയുള്ളതാണല്ലോ മാണി ഗ്രൂപ്പിൻ്റെ മുന്നോട്ട് പോക്ക്, മാണി ഗ്രൂപ്പിൻ്റെ സഹകരണം ഏതൊക്കെ വിധത്തിലാവും. രാഷ്ട്രീയമായ അതിൻ്റെ താല്പര്യം തള്ളിക്കളയാവുന്നതുമല്ല. അങ്ങനെ നോക്കിയാൽ ഇനി വരാൻ പോകുന്ന UDF യോഗം അടക്കം ഇപ്പോൾ ഹസൻ്റെ വാചകത്തെ പിടിച്ച് മുന്നോട്ട് പോക്ക് പടിപടിയായി പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ ഇപ്പോൾ UDF-നകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് 2018 പകുതി കഴിയുമ്പോൾ ശ്രീ മാണി ഗ്രൂപ്പിൽ നിന്ന് തന്നെ കോൺഗ്രസ് ക്ഷണിച്ചില്ലെങ്കിലും UDF-ലേക്ക് പ്രവേശിക്കാനുള്ളൊരു താല്പര്യം അവർ തന്നെ കാണിക്കും. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ശ്രീ ഉമ്മൻചാണ്ടിക്കും ശ്രീ ഹസനും ഒക്കെ ഉള്ളതുപോലെ ഒരു താല്പര്യം ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്കും PT തോമസിനും ഉണ്ടാകില്ല എന്നുള്ളത് ഇന്നത്തെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ തന്നെ തെളിഞ്ഞിരിക്കുന്നു. കാരണം ഈ ഗൂഢാലോചന വിഷയങ്ങളിലൊക്കെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെയാണ് ശ്രീ മാണി ഗ്രൂപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മാണി ഗ്രൂപ്പിന് UDF-ലേക്കുള്ള അന്നത്തെ പ്രവേശനവും അത്ര സുഗമമായിരിക്കില്ല. കാരണം ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഈ മാണി ഗ്രൂപ്പിന് മുമ്പ് ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ ആ അന്വേഷണ റിപ്പോർട്ട്, ഗൂഢാലോചന അന്വേഷണ റിപ്പോർട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ അന്ന് ആരെങ്കിലും പുറത്ത് വിട്ടാൽ അത്ര എളുപ്പമായിരിക്കില്ല UDF-ലേക്കുള്ള പ്രവേശനം പോലും. അങ്ങനെയാണെങ്കിൽ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അവസാനമായി അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ ഈ നിസ്തുല സേവനത്തിനുള്ള ഒരു നന്ദി പ്രകാശനത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരായിരുന്നോ? പകരം ഒരു ക്ഷണം. അങ്ങനെ നോക്കിയാൽ ഹസൻ
തിടുക്കത്തിലെടുത്ത വ്യക്തിപരമായ ഒരു പരാമർശം മാത്രമായി അതിനെ കണ്ടാൽ മതിയോ? PT തോമസ് ഒറ്റയാനായി കരുതാനാവില്ല. രമേശ് ചെന്നിത്തലയുടെ വാചകങ്ങളിൽ ഞങ്ങളാരും പുറത്താക്കിയതല്ല, സ്വയം പുറത്തുപോയതാണ്, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു സ്വയം വരാം എന്ന നിലയിൽ ചെന്നിത്തല പറയുന്നതും ഒക്കെ കണ്ടാൽ ഹസൻ്റെ ഒരു എടുത്തുചാട്ടമായി ആ വാചകത്തെ, ആ ക്ഷണത്തെ നിലവിൽ കാണേണ്ടതുണ്ടോ? UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും എന്നും പറയുന്നുണ്ട്. ശരത്തെ, ഞാൻ 3ാം തവണ ആവർത്തിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ UDF പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, അതിനൊരു പ്രസക്തിയുമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴേക്ക് ഇപ്പോൾ ഇവിടെ നേരത്തെ ചർച്ചകളിൽ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാണി ഇങ്ങോട്ട് വരുമ്പോൾ മാണിയെ ശരിപ്പെടുത്താനും ഒതുക്കാനും വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞതിൽ എന്താ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം 82-ന് ശേഷമുള്ള മുന്നണിയിൽ UDFിൽ കേരള കോൺഗ്രസ് ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ ഉണ്ടാവാം, യാതൊരു സംശയവും വേണ്ട. ആ പരാതികളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെ കേരള കോൺഗ്രസ് UDFിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയത്. കേരള കോൺഗ്രസിൻ്റെ സീറ്റ് കുറഞ്ഞു, അത് UDFിന് മൊത്തത്തിൽ കുറഞ്ഞതിന് ആനുപാതികമായി കേരള കോൺഗ്രസിന് കുറഞ്ഞു എന്നതിനപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ തിരുവല്ല പോലെയൊക്കെയുള്ള വേറിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ അനവസരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കവും പരാമർശവുമാണോ ഹസൻ നടത്തിയത്? ഒരു സ്നേഹപ്രകടനം എന്നതിനപ്പുറത്ത് അതിനെന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, യാതൊരു സംശയം. ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി കേരള കോൺഗ്രസ് വാശി പിടിച്ച് വരില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനല്ല, അവരാദ്യം അങ്ങോട്ട് എങ്ങനെയെങ്കിലും കേരള തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതിനുള്ളിലേക്ക് അവർ കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി എന്തേലും ഒരു കാരണവശാൽ അവർ നിശ്ചിതമായ ഒരു വ്യക്തമായ തീരുമാനമെടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പാലായി പോയി ക്യൂ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, അതിനു മുമ്പ് മാണി അങ്ങോട്ട് കയറിക്കോളും. ഇനി അങ്ങനെ കയറുന്നില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അവിടെ പോയി ക്യൂ നിൽക്കുന്ന കാര്യത്തിൽ എനിക്കറിയാം. പക്ഷേ ശരത്ത് നമ്മുടെ പുതുച്ചേരിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ ഈ UDFിലേക്ക് കേരള കോൺഗ്രസ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവരൊരു വലിയൊരു അപരാധം ചെയ്യാൻ പോകുന്ന മട്ടിലാണ്. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രശ്നങ്ങൾ അവരുന്നയിച്ച പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴല്ലേ ജനതാദൾ, RSP അവരുടെ നേതാക്കളല്ലേ ഈ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ നിശ്ചയമായി വിമർശിച്ചത്? അവരുടെ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവരെ ഒന്നും ആരും ഒരു ഡിസ്കൗണ്ടിലും പെടുത്തിയിട്ടില്ലല്ലോ. പറഞ്ഞ വാചകങ്ങൾ, പറഞ്ഞ വിമർശനങ്ങൾ, ഡിസ്കൗണ്ടിൽ ആ വിമർശനങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് അവർ UDF ചേർന്നത്. ഇത് പ്രായോഗിക രാഷ്ട്രീയമാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ശരിയാണ് സണ്ണിക്കുട്ടി, ഞാൻ ഒന്നിടപെടുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. ആ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ മുൻ നിലപാടുകളും വിമർശനങ്ങൾക്കും വിരുദ്ധമാണ് എങ്കിൽ സ്വാഭാവികമായും അത് ഉയരും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഓർമ്മപ്പെടുത്തലുകളും വളരെ സ്വാഭാവികമാണ്. എന്നേക്കാൾ നന്നായി അറിയുന്ന ആളാണ് ശ്രീ സണ്ണിക്കുട്ടി എന്നതും എനിക്കറിയാം. റൈറ്റ്, സമയം അവസാനിക്കുന്നുണ്ട് മാത്രം. ശ്രീ ജയശങ്കർ, ശ്രീ ആന്റണി രാജു, ശ്രീ ജോസഫ് പുതുശ്ശേരി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.